കഴിഞ്ഞ 1-2 ദിവസങ്ങളൊക്കെ ആയിട്ട് യുണൈറ്റഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്ന കുറച്ച് 1-2 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സാൻജോയുടെ കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സാൻജോ കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗിൽ ഡോട്ട്മുണ്ടിന് വേണ്ടി PSVക്കെതിരെ ഗോൾ സ്കോർ ചെയ്തു. ആ ഒരു മാച്ചിൽ പുള്ളി മാൻ ഓഫ് ദ മാച്ചൊക്കെ ആയി. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം ചില ആൾക്കാർക്ക് സാൻജോയുടെ ഒരു സോഫ്റ്റ് കോർണർ തോന്നുന്നു, ടെൻഹാഗിനെ തെറി വിളിക്കുന്നു, സാൻജോ അല്ല പ്രശ്നം, ടെൻഹാഗാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ സാൻജോയുടെ യുണൈറ്റഡിലെ കാര്യങ്ങളൊന്ന് ചെറിയ രീതിയിലൊന്ന് റീവൈൻഡ് അടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം സാൻജോ എപ്പോഴും പെർഫോം ചെയ്യുന്നത് ചെറിയ ടീമുകൾക്കെതിരെയാണ്. ഇപ്പം PSV എന്ന് പറയുന്നത് ഭയങ്കര മോശം ടീമാണ്. അതായത് നമ്മൾ ചാമ്പ്യൻസ് ലീഗിലെ ബാക്കിയുള്ള ടീമുകളുടെ സ്റ്റാൻഡേർഡൊക്കെ നോക്കിയാൽ ഇപ്പം കറൻ്റ്ലി ഉള്ള ടീമുകളുടെ സ്റ്റാൻഡേർഡ് നോക്കിയാൽ PSV മോശം ടീമെന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും. അപ്പം ആ രീതിയിലുള്ള ഒരു ടീമിനെതിരെ പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട്. ഈ യുണൈറ്റഡിലായിരുന്ന സമയത്തും പുള്ളി പ്രീ സീസൺ ടൂറിൻ്റെ സമയത്ത് പുലിയാണ്. പുള്ളി എന്നിട്ട് ഈ ഒരു ലീഗ് പ്രീമിയർ ലീഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളാകുമ്പോഴത്തേനും പുള്ളി ഭയങ്കര എലിയായി മാറും. പുള്ളിക്ക് ആ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ കളിക്കാൻ പുള്ളി പാടുപെടുന്നുണ്ട്. അതുമാത്രമല്ല യുണൈറ്റഡിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ, യുണൈറ്റഡ് പുള്ളിയെ സൈൻ ചെയ്ത് ആസ് എ വിങ്ങറായിട്ടാണ്, റൈറ്റ് വിങ്ങറായിട്ടാണ് സൈൻ ചെയ്തത്. പോട്ടെ, പുള്ളിക്ക് ലെഫ്റ്റിലാണ് കളിക്കാൻ താല്പര്യം, ലെഫ്റ്റ് വിങ്ങറാണെന്ന് തന്നെ വെച്ചോ. പക്ഷേ യുണൈറ്റഡിൻ്റെ ഒരു വേ ഓഫ് പ്ലേ ആയിട്ട് ഒരു രീതിയിലും ഒത്തുപോകുന്ന ഒരു കളിക്കാരനല്ല ഈ ഒരു സാൻജോ. കാരണം നമ്മുടെ വിങ്ങേഴ്സ് റാഷ്ഫോർഡ് ആയാലും അതുപോലെ തന്നെ ഗർനാച്ചോ ഒക്കെ ആണെങ്കിലും ഇവർ കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അവരുടെ ആ ഒരു പേസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൗണ്ടറിൽ ഓപ്പോസിഷനെ നമ്മളൊരു അറ്റാക്കിംഗ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവരുടെ പേസ് വെച്ചിട്ടാണ്. പക്ഷേ സാൻജോ അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല. അതുകൊണ്ട് തന്നെയാണ് ടെൻഹാഗ് സാൻജോയെ കുറച്ചുകൂടെ സെൻട്രലി കളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ സെൻട്രലി കളിപ്പിക്കുമ്പോഴും സാൻജോയ്ക്ക് ആ ഒരു ടൈറ്റർ സ്പേസസിൽ ബോൾ റിസീവ് ചെയ്ത് മര്യാദയ്ക്ക് കമ്പൈൻ ചെയ്യാനൊക്കെ പുള്ളി ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രീമിയർ ലീഗിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ പുള്ളിയുടെ ഈ ഒരു ട്രെയിനിങ് പിച്ചിലെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലുള്ള പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, അല്ലാതുള്ള ഒരു ജനറലി പുള്ളിയുടെ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ, മാനേജറുമായിട്ട് കോർക്കുന്നു, അങ്ങനെ മാനേജറുമായിട്ട് തല്ലിപ്പിരിഞ്ഞ് ഒരു സോറി പോലും പറയാൻ പറ്റത്തില്ലാത്തൊരു സ്ഥിതിയിലേക്കൊക്കെ വരുന്നു. അങ്ങനെ യുണൈറ്റഡിന് വേണ്ടി പുള്ളിക്ക് കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന മനുഷ്യനാണ് പുള്ളിയെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനെ എനിക്ക് യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ എനിക്കൊരിക്കലും ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ടെൻഹാഗ് ഇവിടുന്ന് പോയാൽ തന്നെ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഈ രീതിയിൽ പ്രൂവൺ അല്ലാത്തൊരു പ്ലെയറിനെ എനിക്ക് തിരിച്ചിങ്ങോട്ട് വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 300K പെർ വീക്കിന് മേളിലാണ് പുള്ളിയുടെ സാലറി. അപ്പോൾ ഇത്രയും സാലറിയുള്ള മനുഷ്യനെ നമ്മൾ വിൽക്കാൻ നോക്കിയാൽ നമ്മൾ ബുദ്ധിമുട്ടും. 30 to 40 ഒക്കെ മാക്സിമം എന്നാണ് പറയുന്നത്. ഡോട്ട്മുണ്ടിന് ഒരു സീസൺ കൂടെ അവർക്ക് ലോണിൽ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നത്. അമ്മാർ ഭയങ്കര മിടുക്കന്മാരാണ്. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ പുള്ളി പെർഫോം ചെയ്തു. റയലിനെതിരെ, ബാർസയ്ക്കെതിരെ, അപ്പോൾ ഇങ്ങനത്തെ ടീമുകൾ അല്ല ബയണിനെതിരെ ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളി പെർഫോം ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റും. അല്ലാതെ PSV പോണക്കത്തെ ഏറ്റവും അവിടെ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മോശമായിട്ടുള്ള ടീമിനെതിരെ ഒരു മാച്ചിൽ വന്നിട്ട് പെർഫോം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ ടെൻഹാഗിനെ ചീത്ത വിളിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല. എന്താണേലും ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള പ്ലെയറിനെ എനിക്ക് യുണൈറ്റഡിൽ വേണം എന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പിന്നെ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് ഒന്ന് റാഷ്ഫോർഡിനെ PSG നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എംബാപ്പെ PSG നിന്ന് പോകുന്നത് കാരണം എംബാപ്പയുടെ ഒരു റീപ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിൽ പല പ്ലെയറിനെ അവർ നോക്കുന്നുണ്ട്. അതിൽ ഒരാളെന്ന് പറയുന്നത് റാഷ്ഫോർഡ് ആണെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം റാഷ്ഫോർഡിൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ വെച്ചുകൊണ്ട് റാഷ്ഫോർഡിനെ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട സമയമായി. പക്ഷേ ഇനിയോസ് പുള്ളിയെ വിടത്തില്ല. ഇനിയോസിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇതുവരെയായിട്ടും പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കിയോ, അവർ കൂടുതലും ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെയാണ് യുണൈറ്റഡിലേക്ക് അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം റാഷ്ഫോർഡ് കഴിഞ്ഞ സീസണിലൊക്കെ റാഷ്ഫോർഡ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ സാലറിയിൽ നിൽക്കുന്നു. അത് മാത്രമല്ല ഇംഗ്ലണ്ടിലെ ലോക്കലിയുള്ള ഫാൻസിൻ്റെ ഇടയിൽ റാഷ്ഫോർഡിന് ഭയങ്കര സപ്പോർട്ടുണ്ട്. അവിടെ മാഞ്ചസ്റ്റർ ബ്രോൺ ആൻഡ് ബോട്ടപ്പ് എന്ന് പറയുന്ന വികാരമൊക്കെ കത്തിച്ച് വിട്ടിട്ടുണ്ട്. പുള്ളിയുടെ PR ടീം നല്ല സ്ട്രോങ് ആണ്. ഈ റാഷ്ഫോർഡിൻ്റെ PR ടീം അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഈ ലോക്കലിയുള്ള ഫാൻസിനെതിരെ ഇടയ്ക്ക് പുള്ളിക്ക് നല്ലൊരു പേരുണ്ട്. പുള്ളി പോയിട്ട് സാൻജോയെ പോയിട്ട് ടെൻഹാഗുമായിട്ട് അടിച്ച് പിരിക്കുന്നൊന്നുമില്ല. പുള്ളി കുറച്ചുകൂടെ ബുദ്ധിമാനാണ്. പുള്ളി കാര്യങ്ങളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓഫ് ദ പിച്ചുള്ള കാര്യങ്ങളെ കുറച്ചുകൂടെ നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി ഇവിടെ ഒരു സക്സസ് ആകും, അല്ലെങ്കിൽ നമ്മളൊരു ചാമ്പ്യൻ മെൻറ്റാലിറ്റിയാണ് നമ്മളൊരു പ്ലെയറിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള പ്ലെയർ ആണെന്ന് ഇതുവരെയായിട്ടും പുള്ളിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിൽ എനിക്കും ഡൗട്ടുണ്ട്.
അപ്പം ഇങ്ങനത്തെ ഈ ലോക്കൽ ഫാൻസിൻ്റെ സപ്പോർട്ടും ഈ ഇനിയോസിൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് പ്ലേയേഴ്സിനോടുള്ള അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടവും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നില്ല റാഷ്ഫോർഡിനെ ഇവർ ഈ സീസണിൽ ഏതായാലും വിൽക്കും എന്ന് ഉള്ള പ്രതീക്ഷ ആരും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി നമ്മൾ സമ്മറിൽ ആ ഒരു വമ്പൻ ക്ലിയർ ഔട്ടിൻ്റെ കാര്യമൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം അതിൽ നമുക്ക് വമ്പൻ ക്ലിയർ ഔട്ടിൻ്റെ കാര്യത്തിൽ ഗ്രീൻവുഡിനെ വിൽക്കും എന്ന് കേൾക്കുന്നു. 30 to 40 million അറൗണ്ട് ഗ്രീൻവുഡിനെ വിൽക്കും. പല നല്ല ടീമുകളും അത്ലറ്റിക്കോ മാഡ്രിഡ്, ബാർസ, ഈ 2 ടീമിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഇവിടെ എങ്ങോട്ടേലും പുള്ളിയെ പറഞ്ഞു വിട്ടേക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രൈക്കറിനൊരു ബാക്കപ്പ് വേണം, റൈറ്റ് വിങ്ങർ വേണം. മിഡ്ഫീൽഡിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ മിഡ്ഫീൽഡിൽ എറിക്സൺ പോകും എന്ന് കേൾക്കുന്നുണ്ട്. മൗണ്ട് ഇവിടെ കാണും, ബ്രൂണോ കാണും, പിന്നെ കസമീറോ ഒന്നും എനിക്ക് വിൽക്കാൻ താല്പര്യമില്ല. കസമീറോയ്ക്ക് ഒരു അണ്ടർ സ്റ്റഡി അല്ലെങ്കിൽ കസമീറോയെ പയ്യെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ നമ്മൾ ഈ ഒരു സമ്മറിൽ സൈൻ ചെയ്യും അല്ലെങ്കിൽ സൈൻ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും നമ്പർ 8 എല്ലാം കൂടെ പറ്റും എന്നെനിക്ക് തോന്നുന്നത്. നമ്പർ 8 റോളിൽ പ്രോബബ്ലി കോബി മെനോയെ മിക്കവാറും വളർത്തിയെടുക്കാനായിരിക്കും നമ്മുടെ മാനേജ്മെൻറ്റും ടെൻഹാഗും ഒക്കെ ശ്രമിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മഗ്വയറിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു പേര് മക്ടോമിനി. ഈ 2 പ്ലേയേഴ്സിന് വേണ്ടി എന്താണേലും മിഡ് ടേബിൾ ടീംസ് എല്ലാവരും വരും. ഇവരെ 2 പേരും മാർക്കറ്റിൽ നമുക്ക് വിൽക്കാൻ താല്പര്യമുണ്ടെന്ന് കേൾക്കുകയാണെങ്കിൽ മഗ്വയറിനും മക്ടോമിനിക്കും വേണ്ടി ആൾക്കാർ വരും. അത്യാവശ്യം കാശ് ഒരു 35 to 40 million ഇടയ്ക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന 2 പ്ലേയേഴ്സാണ് മഗ്വയറും മക്ടോമിനെ. പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ മഗ്വയർ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ബോക്സിനുള്ളിൽ നല്ല ഡിഫൻഡറാണ്. പക്ഷേ ഹൈലൈൻ കളിക്കുമ്പം പുള്ളിക്കാനുള്ള പേസില്ല, ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള പേസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു പ്ലെയറാണ് മഗ്വയർ. സോ മഗ്വയറിന് അങ്ങനത്തെ ഒരു ക്യാഷ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മഗ്വയറിനെ വിൽക്കണം. അതുപോലെ തന്നെ മക്ടോമിനെ വിൽക്കണം. ഇവരെയൊക്കെ റീപ്ലേസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ്, ഡിഫൻഡേഴ്സൊക്കെ ടീമിൽ വരട്ടെ. അപ്പോൾ വെറാൻ്റെ ഒരു കോൺട്രാക്റ്റ് നമ്മുടെ ഈ ഒരു സീസണോടെ തീരുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിൻ്റെ കയ്യിൽ ഒരു വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു കോൺട്രാക്റ്റിൽ ഒരു 1 year എക്സ്റ്റൻഷനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ അവർ ട്രിഗർ ചെയ്യത്തില്ല. വരാൻ എനിക്ക് തോന്നുന്നത് 300K per week എന്നാണ് പുള്ളിയുടെ സാലറി. അപ്പോൾ ആ കുറച്ചുകൂടെ സാലറിയൊക്കെ കുറച്ച് പുള്ളി ഇവിടെ നിൽക്കാൻ തയ്യാറായാൽ പുതിയൊരു കോൺട്രാക്റ്റിൽ പുള്ളിയെ സൈൻ ചെയ്യും. എനിക്ക് തോന്നുന്ന ഒരു ബെറ്റർ നല്ല കാര്യമാണ്. മഗ്വയർ പോണക്കത്തെ ഒരു പ്ലെയറിനെ വിറ്റിട്ട് വെറാനെ പോണക്കത്തെ ഒരു പ്ലെയർ വേണം നമുക്കിവിടെ നമ്മുടെ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ എല്ലാം വിറ്റ് തുലയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ പയ്യപ്പോൾ ഈ യങ്സ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേനും ഇവിടെ അവർക്കൊരു ലുക്കപ്പ് ടു ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം. അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെൻറ്റാലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ടീമിൽ ഈ ഇങ്ങനത്തെ മോൺസ്റ്റർ മെൻറ്റാലിറ്റി, കസമീറോടെയും വറാൻ്റെയൊക്കെ മോൺസ്റ്റർ മെൻറ്റാലിറ്റി നമുക്ക് വേണം. അപ്പോൾ അത് കണ്ട് ഇൻസ്പയർ ആയിട്ട് വേണം ആൾക്കാർ ഇങ്ങോട്ട് വരാനും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആ രീതിയിൽ വേണം ആൾക്കാരെ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി. അപ്പം ഇങ്ങനത്തെ പ്ലേയേഴ്സ് കസമീറോ ആയാലും വറാനൊക്കെ ആണെങ്കിലും ആ രീതിയിൽ നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പയ്യെ വേണം ഇവരെ ക്ലിയർ ഔട്ട് ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സീസണിൽ കസമീറോ, വറാൻ ഒന്നും പുറത്ത് പോരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അപ്പം നമ്മുടെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത് ഇപ്പം ഡിയാഗോ ഡാലോ ആണ്. അപ്പോൾ പുള്ളി അണ്ടർസ്റ്റഡി ആയിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ യങ്ങായിട്ടുള്ള ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് യുണൈറ്റഡ് ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ന്യൂസുകൾ കേൾക്കുന്നത്. വോൾസിൻ്റെയൊക്കെ ഒരു യങ്ങർ റൈറ്റ് ബാക്കിൻ്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മിക്കവാറും വാൻ ബിസാക്ക ക്രിസ്റ്റൽ പാലസിന് വല്ലതും വിൽക്കാൻ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ലെഫ്റ്റ് ബാക്കിലാണെങ്കിലും ലൂക്ക് ഷോ, മലാസിയ, ഈ 2 പ്ലേയേഴ്സും ഇഞ്ചുറി പ്രോൺ ആണ്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു കുഴപ്പമില്ലാത്തൊരു ഡിഫൻഡർ വേണം. പക്ഷേ ഇവനെയൊക്കെ ഈ ലൂക്ക് ഷോ അല്ലെങ്കിൽ മലാസിയൊന്നും നമുക്ക് പെട്ടെന്ന് ഈ ഒരു സീസണിൽ വിറ്റ് ഒഴിവാക്കാനും പറ്റത്തില്ല. അപ്പം അതൊരു വേറൊരു തലവേദനയാണ്. അപ്പോൾ അങ്ങനത്തെ 150 തലവേദനകൾ നമ്മൾ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നേരിട്ടേ പറ്റത്തുള്ളൂ. പിന്നെ ഡാൻ ആഷ്വർത്തിന് വേണ്ടിയുള്ള ആ ഒരു നെഗോസിയേഷൻസും കാര്യങ്ങളും ഓൾറെഡി ന്യൂകാസിലുമായിട്ട് നടക്കുന്നുണ്ട്. വളരെ സൗഹൃദപരമായിട്ടുള്ള നെഗോസിയേഷൻസാണ് നടക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. അപ്പം എന്താണെങ്കിലും സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുന്നേ പുള്ളിയെ കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോയെ പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ടാണ്.